ഞാൻ തന്മയത്വത്തോടെ അഗ്രസീവ് ആകുന്ന ഒരാളാണ്. ഭയങ്കരൊക്കെ ഒരു ലെഗസി ഉണ്ട് ഷാക്കിരിയുടെ. ഇപ്പോൾ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു ലെഗസിയുള്ള കോൺസ്റ്റൻസിയാണ്. അവിടേക്ക് പരിഗണിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും പരിഗണനയാണ്. വേങ്ങര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ഷാജി ഇപ്പോൾ മീഡിയ മണ്ഡപം ചേരുകയാണ്. വളരെ ടൈറ്റ് മത്സരങ്ങൾ നടന്ന മണ്ഡലത്തിൽ നിന്ന് വേങ്ങരയിലേക്ക് വന്നപ്പോൾ കൂളാണ്. വേങ്ങര പൊതുവേ കൂളാണ്. ഇത്തവണ കേരളത്തിലെ ഏകദേശം മണ്ഡലങ്ങളും കൂളാണ്. കാരണം സർക്കാർ വിരുദ്ധമായിട്ടുള്ളൊരു വലിയ തരംഗം കേരളത്തിലെ എല്ലായിടങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ വേങ്ങരയുണ്ട്. ഈ വേങ്ങരയിലെ വോട്ടർമാരും അതോടൊപ്പം തന്നെ പ്രവർത്തകരൊക്കെ അങ്ങയുടെ ഈ സ്ഥാനാർത്ഥി സർപ്രൈസ് ആയിരുന്നു. സ്ഥാനാർത്ഥിക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഞാൻ വേറെ കോൺസ്റ്റൻസിയിലേക്ക് പോകാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു. പെട്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളൊക്കെ വിളിച്ചിട്ട് വേങ്ങരയിൽ മത്സരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ വേങ്ങരക്കാരുടെ ഒരു എന്താ വളരെ സെറ്റായിട്ടുള്ള ഒരു കോൺസ്റ്റൻസി ആയതുകൊണ്ട് അവർക്കത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ആശ്വാസകരമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകും. അവിടുത്തെ പോലെയുള്ള അത്ര ടൈറ്റ് ഇല്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏത് തെരഞ്ഞെടുപ്പിനെയും ജനങ്ങളോട് സംവദിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അത് ചിലയിടത്ത് എളുപ്പം, ചിലയിടത്ത് ടൈറ്റ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമല്ല. ഒരു തെരഞ്ഞെടുപ്പിനെ കൊടുക്കേണ്ടുന്ന എല്ലാ ഗൗരവത്തിലും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രം പറയേണ്ടതാണ്. അതിനു മുമ്പ് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഈ മണ്ഡലം എന്നൊന്ന് പറയുന്നത് സുരക്ഷിത മണ്ഡലം എന്ന് വെച്ച് ഓവർ കോൺഫിഡൻസ് അല്ല. ഞാൻ ഒരു അക്കാര്യത്തിൽ ഓവർ കോൺഫിഡന്റ് അല്ല. കാരണം ജനാധിപത്യത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് നിഷേധിക്കാനും അനുകൂലിക്കാനുള്ള അവസരമാണിത്. ആ അവസരത്തെ നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണല്ലോ. അപ്പം സാധാരണഗതിയിൽ KM ഷാജി ഇങ്ങനെ കടന്നാക്രമിക്കുന്ന ഒരു പ്രാസംഗികനാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാളാണ്. വേങ്ങരയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. അല്ല, ആരെയാണ് കടന്നാക്രമിക്കാറ്? പൊതുവെ അഗ്രസീവായി സംസാരിക്കുന്ന ഒരു നേതാവ്, ഒരു തീപ്പൊരി പ്രാസംഗികൻ എന്നൊക്കെ. ആരെ? ഞാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ലീഗ് നേതാവിനല്ലല്ലോ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് അഗ്രസീവാണ്. കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയോട്, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയോട് അഗ്രസീവാകാതിരിക്കാൻ എങ്ങനെ കഴിയുക? ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം അഗ്രസീവ് അല്ലേ? എന്തുകൊണ്ടാണ്? ചില അധാർമികതകൾ കാണുമ്പോൾ ധർമ്മബോധമുള്ളവർക്ക് അങ്ങനെ നിസ്സാരമായി ഇരിക്കാനാവില്ല. അത് കൂടുതൽ ശബ്ദത്തിൽ പറയും. എൻ്റെ ശബ്ദം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് കുറച്ചുകൂടെ കൂടുതൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് മാത്രമായുള്ള ഒരു അഗ്രസീവ്നെസ് ഇല്ല. അത് ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ചോദിക്കാൻ കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തന്മയത്വത്തോടെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് KM ഷാജി എന്നുള്ളത്. ഞാൻ തന്മയത്വത്തോടെ അഗ്രസീവ് ആകുന്ന ഒരാളാണ്. തന്മയത്വത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അഗ്രസീവാണ്. എതിർ സ്ഥാനാർത്ഥി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് KM ഷാജി. കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിച്ച് എനിക്ക് KM ഷാജിയോട് മത്സരിക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് മത്സരിക്കാൻ എനിക്കും പ്രയാസമില്ലല്ലോ. മത്സരം അല്ലെങ്കിൽ ഒരു പ്രയാസമല്ല, മത്സരം ഒരു എക്സർസൈസാണ്. ജനാധിപത്യത്തിന്റെ ഒരു എക്സർസൈസാണ്. അദ്ദേഹം നല്ല സുഹൃത്താണ്. ഞാനുമായിട്ട് നേരത്തെ എനിക്ക് അറിയുന്ന ഒരാളൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നേരത്തെ ടൈറ്റ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടി ഇപ്പോൾ സുരക്ഷിതമായൊരു മണ്ഡലത്തിലേക്ക് പരിഗണിച്ചു എന്നുള്ളത്. പാർട്ടി തീർച്ചയായിട്ടും പരിഗണിക്കുകയാണ്. വേങ്ങരയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ വേങ്ങരക്ക് ഒരു ലെഗസി ഉണ്ട് ഷാക്കിരിയുടെ. ഇപ്പോൾ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു ലെഗസിയുള്ള കോൺസ്റ്റൻസിയാണ്. അവിടേക്ക് പരിഗണിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും പരിഗണനയാണ്. അതാർത്ഥത്തിൽ ഞാൻ അങ്ങനെ എടുക്കണം. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്, ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ വേങ്ങര. അവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് പകരം അതിന് തുല്യമായ ഒരു ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ താങ്കൾ വരുന്നത്. താങ്കളെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ പ്രവർത്തകർ വലിയ ആവേശമാണ്. താങ്കളൊരു പ്രവർത്തകർ കൂടിയാണ്. പക്ഷേ ആ പ്രവർത്തകർക്കപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഒന്നാമത് തുല്യമായിട്ടല്ല വരുന്നത്. അദ്ദേഹത്തിന്റെ നേതാവും ഞാൻ അദ്ദേഹത്തിന്റെ അനുയായിയാണ്. ഞങ്ങൾ തുല്യരേ അല്ല. അദ്ദേഹത്തെ ഞാൻ എൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു നേതാവ് എന്നുള്ള നിലക്ക് പറയാനുള്ള ഒരു കാര്യമൊന്നുമല്ല. വേങ്ങരയുടെ രാഷ്ട്രീയമല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാസത്തിലൊക്കെ വലിയ പ്രശ്നം നടക്കുന്ന ഈ കാലത്ത് ഇതിനൊരു അന്താരാഷ്ട്ര പെർസ്പെക്ഷനുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യേണ്ടത് ചെറിയ വിഷയങ്ങൾക്കല്ല, വേങ്ങരയിലെ ചെറിയ കാര്യങ്ങളുടെ മാത്രം പേരിൽ ചെയ്യേണ്ട വോട്ടല്ല ഇത്. ഈ വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ പൊതുരാഷ്ട്രീയത്തെ തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇന്ത്യക്കൊരു പ്രഗത്ഭനായ ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ രാജീവ് ഗാന്ധിയെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗൾഫ് യുദ്ധം പോലും ഉണ്ടാവുമായിരുന്നില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന വിശാലമായ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയണത് ചെറിയ അർത്ഥത്തിലല്ല വോട്ട് വേണ്ടത്, വലിയ അർത്ഥത്തിലാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് പിൻഗാമിക്കപ്പുറം KM ഷാജിയുടെ കയ്യൊപ്പ് ഈ വേങ്ങരയിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വികസനം ഒരു നൈരന്തര്യമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പൂർത്തീകരിക്കാൻ കഴിയില്ല.
KM ഷാജിക്കും പൂർത്തീകരിക്കാൻ കഴിയില്ല. കാലത്തിനനുസരിച്ചിട്ട് വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും KM ഷാജി ഗുണപരമായ അടയാളപ്പെടുത്തലുകൾ ഈ വേങ്ങരയിൽ നടത്തിയിരിക്കും. എതിർ സ്ഥാനാർത്ഥി പറയുന്നത് മണ്ഡലത്തിൽ വികസനങ്ങൾ നടന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് ഒരു വളരെ പ്ലാൻ ചെയ്തൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പറയേണ്ടി വരുന്നതാണ്. അല്ലാതെ അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം പറയുന്നില്ല. അങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാളല്ല അദ്ദേഹം. കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന മണ്ഡലമാണ്. അതിന് മുകളിൽ പോകുമോ? അതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ എനിക്കൊരിക്കലും ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അത്തരം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കണില്ല. വേങ്ങര മണ്ഡലത്തിലെ MLA ഓഫീസിൽ ഒരു മന്ത്രി കാറിൽ അങ്ങ് വരും. മന്ത്രിയുടെ കാറിൽ ഞാൻ പണ്ടും കയറിയിട്ടുണ്ട്. ഇനി കേരളത്തിലൊരു മന്ത്രിയുടെ കാറിൽ തീർച്ചയായിട്ടും ഞാനും കയറും, ഉറപ്പായിട്ടും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ലീഗിൽ നിന്ന് പലരെയും CPM അടർത്തിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിൽ വലിയ പരാജയം അവർ നേരിട്ടു. പല ശ്രമങ്ങൾ നടത്തി, ഒക്കെ പരാജയപ്പെട്ടു. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണോ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് പോയി, മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകും. അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റലുണ്ടാവില്ല. എല്ലാവരും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ പാണക്കാട് തങ്ങന്മാർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എതിരഭിപ്രായം ഉണ്ടാകാറില്ല. ഇത്തവണ ചില അസ്വാരസ്യങ്ങളൊക്കെ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടത്? ഞങ്ങളുടെ പാർട്ടി ഒരു ഡിക്റ്റേറ്റേഴ്സ് ഭരിക്കുന്ന പാർട്ടിയല്ല. പാണക്കാട് തങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയൊന്നുമില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം ചെറുതായിട്ട് കേൾക്കുമ്പോഴേക്കും ഇത് തങ്ങൾ പറഞ്ഞതിന് എതിരായിട്ട് പറയാണ് എന്ന തരത്തിലൊന്നും കരുതേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോഴും ലീഗിനകത്തുള്ളത്. ആ പറഞ്ഞു എന്ന് പറയുന്ന ആളും ലീഗിനകത്ത് തന്നെ ഉള്ളത്. അകത്തിരുന്ന് അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അത് ആ ജനാധിപത്യ ബോധമുണ്ട്. ഒരിക്കലും പാണക്കാട് തങ്ങന്മാരോ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ലീഗ് ലീഡർഷിപ്പോ ഒരു ഡിക്റ്റേറ്ററല്ല. പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ പറഞ്ഞുകൂടാ എന്ന് വരക്കുന്നവരല്ല. അവരെ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നത് അവരുടെ വിനയം കൊണ്ടും അവരുടെ ഒരു വിശാലമായ ജനാധിപത്യ ബോധം കൊണ്ടാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം അതാണ്. നിങ്ങൾ പറയുന്ന ആക്ഷേപിക്കുന്ന ആരോപിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഈ ജനാധിപത്യ ബോധം കൊണ്ട് പറയുന്ന പ്രശ്നങ്ങൾക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളിതൊരു പ്രഷർ കുക്കർ പൊളിറ്റിക്സ് അല്ല. ഒരു 3 വിസിലടിച്ച് 4ാമത്തെ വിസിലടിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ശശിയൊന്നും ലീഗിന്ന് പുറത്തു വരില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ വിസിബിളാണ്, മീഡിയക്കാർക്ക് വിസിബിളാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ. അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഗുണകരമായ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ തദ്ദേശ സ്വയംഭരണത്തിൽ ഉണ്ടാക്കിയ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറ്റുമൊക്കെ അതിനൊക്കെ വലിയ ഒരു കോട്ടം സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്തത് ഒരു ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിലെ ഒരു 30% ഒരു പക്ഷേ കേരള രാഷ്ട്രീയം കൂടി ഉണ്ടായിരിക്കാം. എന്നിട്ടാണ് ഈ വിജയം ഉണ്ടായത്. 100% കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായ തോൽവി LDF-നുണ്ടാവും. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പാടുണ്ടോ? ആക്ച്വലി അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സമയം നോക്കിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ ആ പക്ഷക്കാരനാണ്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന ആളുമാണ്. പക്ഷേ സമയം സന്ദർഭമൊക്കെ ഘടകമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കേണ്ട കാര്യം. വേങ്ങരയിൽ ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ വേങ്ങരയിൽ വിജയിക്കുമെന്ന തരത്തിൽ തന്നെയാണ് എന്റെ മുന്നേറ്റം. ഭൂരിപക്ഷമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ ആവേശത്തിലാണ് വേങ്ങരയിലെ ജനങ്ങളുള്ളത്. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വേങ്ങരയിലെ വോട്ടർമാരും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. ആ ആവേശം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേങ്ങരയിൽ നിന്ന് അനൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ.